നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാനൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. എറണാകുളം, കോട്ടയം, ഇപ്പൊ തിരുവനന്തപുരത്താണ് ഉള്ളത്. വനിതയുടെ ഒരു മിസ് കേരള കോമ്പറ്റീഷൻ കോളേജ് ഓഡിഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള 3-4 കോളേജിൽ നമ്മൾ പോയിട്ട് അവര് അവിടുന്ന് 10 കുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മൾ വനിതയിലേക്ക് മിസ് കേരള 2025 നടക്കാൻ പോകുന്ന മിസ് കേരളയുടെ ഭാഗമാക്കുക എന്നതാണ് എൻ്റെ യജ്ഞം. അതിന്റെ ഭാഗത്തും ഇന്ന് ട്രിവാൻഡ്രത്താണുള്ളത്. ഇന്നൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. ഇവിടെ വഴുതക്കാട് വുമൻസ് കോളേജിലായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നുള്ളത് CET കോളേജിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ വന്നിട്ട് 2 ദിവസമായി. നമുക്ക് തിരുവനന്തപുരത്ത് IFFK നടക്കുന്നതുകൊണ്ട് ടൗൺ ഏരിയയിലൊന്നും റൂം കിട്ടാനില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ ഒരു ദിവസം റൂം അന്വേഷിച്ച് നടന്ന് പാതിരാത്രി 11 മണി വരെ റൂം അന്വേഷിച്ച് നടക്കലായിരുന്നു. അപ്പം ഇന്നിപ്പം ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ആക്കി ഷൂട്ട് ചെയ്യാം ഞാൻ ചെയ്യുന്ന വർക്ക്. കാരണം ഇനി ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഇനി വർക്കില്ല. ഞങ്ങൾ ഏകദേശം ഒരു 7 ദിവസം കവർ ചെയ്തു നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ട് ലാസ്റ്റ് ഡേ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കോളേജും ക്ലോസ് ചെയ്തു. ലാസ്റ്റ് ഒരു കോളേജ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോളേജിൽ പോയിട്ട് പ്രോഗ്രാം പോകുന്നതും വരുന്നതും ഞങ്ങളൊരു ബ്രാൻഡഡ് വാഹനത്തിലാണ്, ഇന്നോവയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇന്നോവ കാണിക്കാം. എൻ്റെ കൂട്ടത്തിലൊരു ക്യാമറ പയ്യനുണ്ട്. പിന്നെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പയ്യന്മാരുണ്ട്, ഞാനുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരെടുക്കുന്ന ക്രൂസാണ് പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിലാണ് ഉള്ളത്. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ടീഷർട്ട് ഉണ്ട്, വനിതയുടെ മിസ് കേരളയുടെ ഒരു ടീഷർട്ട് ഉണ്ട്. ആ ടീഷർട്ടൊക്കെ വെയർ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്നത് അവിടുന്ന് വിട്ടിട്ട് ഇങ്ങ് വന്ന് കൊച്ചുവേളി, ഇത് റെയിൽവേ സ്റ്റേഷൻ എൻ്റെ മുമ്പിൽ കാണുന്നത് കാണിച്ചു തരാട്ടോ. നല്ല വ്യൂ ആണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ അവിടെയുള്ള ഒരു ഹോട്ടൽ ഫാമിലി കാസ്റ്റൽ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല സ്റ്റേ ആയിരുന്നു. നല്ല റൂമും നല്ല വൃത്തിയുണ്ട്. നല്ല ഒരു നമ്മുടെ ഹോട്ടലിന്റെ ഓണർ ഉണ്ട്, ചേട്ടൻ്റെ പേര് ഐ ഫോർഗോട്ട്, ബട്ട് ചേട്ടൻ നല്ല അടിപൊളി, ഭയങ്കര ഡീസൻറ്റ്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഓരോരുത്തരും കാണുമ്പോൾ ഓരോരുത്തരും ഭയങ്കര നല്ല ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരൊക്കെ ഭയങ്കര നല്ല ക്യാരക്ടർ. ഇങ്ങോട്ട് തന്നെ ഓരോ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഒന്ന് ചെറിയ പണിയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഓരോരുത്തർ നമുക്ക് വന്ന് സഹായിച്ചിട്ടുണ്ട്. സോ ഞാൻ ബാക്ക് വ്യൂ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്. പിന്നെ എൻ്റെ റൂമും കിട്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കോളേജിലേക്ക് പോകണം. 12:30-ക്കാണ് കോളേജ്. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്ക് ടു കൊച്ചി. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പഴയ കുറച്ച് കഴിഞ്ഞ ഒരു 7-8 കോളേജിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സും കൂടെ ഒന്ന് ആഡ് ചെയ്തിടക്കാം കേട്ടോ. അപ്പം കമോൺ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അതിന് മെയിൻ എൻട്രൻസ് കുറച്ച് അപ്പുറത്താണ്. ട്രെയിൻ അത് ഒരു എൻജിൻ വരുന്നു ട്രെയിന്. ഇത് ഞാൻ 4ാമത്തെ നിലയിലാട്ടോ, 4th ഫ്ലോറിലാണ്. അപ്പോൾ ഈ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റും. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. ഇതേ ഞങ്ങളുടെ വണ്ടി കിടക്കണം. ഇതേ വണ്ടി കിടക്കണം. ഇന്നലെ രാത്രി ടയറിന് എന്തോ പറ്റി സീനായിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടി ആള് വന്നാട്ടോ. അതാണ് ഞങ്ങളുടെ വനിതയുടെ വണ്ടി. ഇതിലാണ് പോവേണ്ടത്. സോ ഇനിയിപ്പോൾ നമുക്ക് റൂം ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഞാൻ എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 12 മണിക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ലേറ്റ് ആവില്ലേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ റെഡി ആയത്. ഇതേ റൂം നല്ല റൂമാട്ടോ. ഇതേ നല്ലൊരു ബെഡ്, നല്ല സ്പേസ് ആയിട്ടുള്ള. ഞാൻ എൻ്റെ ബാഗ്, ഒരു ചെറിയ ബാഗ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബാഗ് ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു TV, ഇവിടെ ഒരു വാൾഡ്രോപ്പ്, ഇവിടെ ഒരു ടേബിള്, ആൻഡ് ഇവിടെ ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും വലിയൊരു ഡ്രസ്സിങ് മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, ആ വിൻഡോ ഉണ്ട്. ഇത് വാഷ്റൂം, നല്ല വാഷ്റൂം, നല്ല ഇതായിട്ടുള്ളൊരു വാഷ്റൂം ഉണ്ട്. കുഴപ്പമില്ല, നല്ല സ്പേസ് ആയിട്ടുള്ളത് കേട്ടോ. ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഹോട്ടൽസ് ആട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരട്ടെ. അതും നല്ലതാട്ടോ. വേണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലുലു മാള് ഞാൻ ഇവിടെ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതെ
ദേ കാണുന്നതാണ് ട്രിവാൻഡ്രം ലുലു മാൾ. കാണുന്നുണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ്. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ട്, ഫോക്കസ് ആവുന്നില്ല. ഒരു വലിയ വീടുണ്ട്. അതെ, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ എൻ്റെ കൂടെയുള്ള പിള്ളേർ ഇതിലാണുള്ളത്, ഈ റൂമിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടുത്തെ വൈകുന്നേരം കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുന്നത് കാണാൻ പറ്റും. കാരണം ഇവിടെ അടുത്തല്ല എയർപോർട്ട് ഇവിടെ അടുത്തല്ല, റെയിൽവേ സ്റ്റേഷൻ അടുത്തില്ല, എയർപോർട്ട് അടുത്തല്ല. അതുകൊണ്ട് എനിക്ക് ഓക്കെ. അപ്പം നമ്മളിനി പോവാണ്. സമയം 10:15 അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ദെൻ അവിടെ ചെന്ന് കോളേജിൽ ചെന്നിട്ടും ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോഴും എൻ്റെ താഴെ എത്തിയിട്ട് എൻ്റെ വണ്ടിയും അവൻ്റെ ബ്രാൻഡിങ്ങും പിള്ളേരെയും പരിചയപ്പെടുത്തി തരാം. ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഇവിടെ തന്നെ ഇതാണ് ഹോട്ടൽ കേട്ടോ. അവർക്ക് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഹോർലിക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന റൂം. ഇതാ ഞങ്ങളുടെ വണ്ടി കിടക്കണോ. ഇതാണ് ഹോട്ടല്. ഇതാ പറഞ്ഞില്ലേ, ഫാമിലി കാസ്റ്റർ ഇൻ. ഇവിടെ നല്ല കഥകളി, ഭരതനാട്യം അങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ട്. റിസർച്ച് തിരുവനന്തപുരം മൊത്തമുണ്ട്. ഞാനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചു. ചായ കുടിച്ചു. സോ ചെക്കൗട്ട് ചെയ്യാണ്. എന്തൊരു വെയില. ഇതാ ഞാൻ താമസിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താ ഈ കൊച്ചുവേളിയിൽ വന്നിട്ട് ഇത്രയും ദൂരെ വന്ന് താമസിക്കുന്നത് എന്നുള്ളതല്ലേ. തിരുവനന്തപുരത്ത് IFFK നടക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം ടൗണിൽ ആ ഭാഗത്തൊന്നും റൂമില്ല. 4 മണിക്ക് റൂം തപ്പാൻ തുടങ്ങിയിട്ട് 10 മണിക്കാണ് റൂം കിട്ടിയത്. ഇതേ ഞങ്ങൾ പോകുന്ന വണ്ടിയാണിത് കേട്ടോ. ഇതിലാണ് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാൻഡ് ചെയ്ത വണ്ടി. ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേർ. CET എഞ്ചിനീയറിംഗ് കോളേജ് കാസർഗോഡ്. ലുലുമാൾ. നമ്മൾ ഈ വഴിക്കല്ലല്ലോ വരുന്നത്. നമ്മളിപ്പോ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഇത് ട്രിവാൻഡ്രം ലുലുമാളിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. നീന്തുവേ ഒഴുക്കിപ്പെട്ട് തൂങ്ങി വെച്ചാൽ അതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാന്നൊക്കെ. ആ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി വെച്ചു യുവാക്കൾ. സോ ഗൈസ്, കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിൽ എത്താൻ 12:30ക്കാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോ ട്രിവാൻഡ്രം ലുലുമാളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് ഇനി ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. 5 കിലോമീറ്റർ. ഓസ്മോ ഇരിക്കണ ക്യാമറ ഓസ്മോ. ആൻഡ് one and only Shamas. അപ്പൊ ഞങ്ങൾ ഈ 4 പേര് ടീമാണ് ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നേക്കണേ. ഇന്നലെ കണ്ട കുഴിമന്തി കട നേരെ ആ കടയിൽ നിന്ന് ഇന്നലെ കുഴിമന്തി വിചാരിച്ചത്, പക്ഷെ കഴിച്ചത് അപ്പുറത്തൊന്നും. ഇവിടെ നല്ലതുണ്ട്. എടാ ഇവനെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പെട്രോൾ അടിക്കാൻ പോകുന്ന, അങ്ങോട്ടൊന്നും പോകണ്ട. അങ്ങോട്ട് നമുക്ക് പോകണ്ട, പക്ഷെ നമുക്ക് ഇവിടെ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട്. ആ നീ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് അവിടെ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരാന്ന്. ആ നമ്മളങ്ങോട്ടല്ലായിരുന്നു പോണ്ടത്. അല്ല, നീ ഇങ്ങോട്ട് പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാന്നാ പറഞ്ഞത്. ചില സമയത്ത് ഇങ്ങനെയാണ് ഗൈസ്. ഇവന് ഇടയ്ക്കൊന്ന് ബ്ലാങ്ക് ആയി പോകും. അപ്പൊ നമ്മളൊന്ന് ഒറ്റ അടി തലക്കെട്ടെ. പാവപ്പെട്ടവനാന്നൊക്കെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപ്പൂട. പക്ഷെ എന്റെ ഫേവറേറ്റ് ആട്ടോ. എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചിട്ട് പിന്നെ ഹെവി ആക്കാം. എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഈ കോളേജിലാണ് ഇന്ന് പ്രോഗ്രാം ഉള്ളത്. നല്ല രസമല്ലേ? സത്യത്തിൽ ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടെന്ന് ഫുൾ നോ എൻട്രി ചെയ്യാന്നൊക്കെ. ഞങ്ങൾ ക്യാമ്പസ് കോളേജ്. എങ്ങോട്ടാ? കോളേജിലേക്കാ.
റാംപോക്ക് ചേരുന്ന മോഡൽ അതെ ക്യാമറമാന്റെ കൂട്ടത്തിൽ വോക്ക് ചെയ്യുന്ന മോഡൽ. വണ്ടി പുറകെ പോയിട്ട് കയറല്ലേ. ക്യാമ്പസ് കോളേജ് ക്യാൻറ്റീൻസ്. അവനോട് പറഞ്ഞപ്പോ ഞാൻ കയറിയാ വണ്ടിയുടെ മുക്കത്ത്. കിട്ടിയാടാ എവിടെ? സ്ലോ മോഷൻ ആയിരുന്നോ? അയ്യോ ഡാർക്ക് സീനൊക്കെ. CT കോളേജിലെത്തി. ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക അവര്. ക്യാമ്പസ് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ക്യാമ്പസ് പോകാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇവിടെ ക്യാൻറ്റീൻ, ഈ ഭാഗത്താണ് ക്യാൻറ്റീൻ ഉള്ളത്. പിന്നെ ഇവിടെ ഫുൾ ബ്ലോക്ക്, ഓരോ ബ്ലോക്കുകൾ. ഇതാണ് നമ്മുടെ ക്രൗൺ, മിസ് കേരളയുടെ ക്രൗൺ. അല്ല, ഇതല്ല ഒറിജിനൽ ക്രൗൺ. ഇതല്ല എടാ, ഒറിജിനൽ ക്രൗൺ ഇതല്ല ആക്ച്വലി. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. അതേ പോണു. അയ്യോ, സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ എല്ലാവരും. ഈ പിള്ളേരാണ് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. powered by Jain University. സോ ഇന്ന് ഞങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ നിങ്ങളുടെ കോളേജിൽ എത്തിയിരിക്കുന്നത് വനിതാ മിസ് കേരളയുടെ 2025 കോളേജ് ഓഡിഷന് വേണ്ടിയിട്ടാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഗേൾസ് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിങ്ങളെ ഡയറക്റ്റ് ഓഡിഷൻ വഴി തിരഞ്ഞെടുക്കുന്നതാണ്. കല്യാൺ സിൽക്സ് പ്രസൻസ് വനിതാ മിസ് കേരള 2025 പവേർഡ് ബൈ ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആ കുട്ടികൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരേണ്ടതാണ്. താങ്ക് യു. നമുക്കിവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് തന്നെ ഫ്രീ രജിസ്ട്രേഷൻ നടക്കുന്നതാണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് വരിക. കല്യാൺ സിൽക്സ് പ്രസൻസ് വനിതാ മിസ് കേരള 2025 പവേർഡ് ബൈ ജെയിൻ യൂണിവേഴ്സിറ്റി. താങ്ക് യു. Bikinis, bikinis, martinis, no winnies, just the king and the queen. ഓക്കെ, സോ നിങ്ങൾ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള 9 പേര് ഒരുമിച്ച് വാക്ക് ചെയ്ത് ഒരു നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങളുടെ നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നല്ല വാക്കും കൂടെ നമുക്കൊന്ന് വിഷ്വലിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. സോ ഈ ക്രൗൺ ആണ് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നത്. ആ ക്രൗൺ ഞാൻ വെച്ചു. ഇപ്പൊ തട്ടി താഴിട്ട് ദേ നിൽക്കുന്നു ഇന്നത്തെ നമ്മുടെ മിസ് കേരള. അവൻ വിചാരിച്ചില്ലേ ഞാൻ ആ വീഡിയോ എടുക്കുന്നുള്ളത് മൈക്കും കൊണ്ട്. പിന്നെ ഞാൻ ഈ കുട്ടിക്ക് വെച്ച് കൊടുത്ത് ഒരു ചെറിയ റാം വാക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2-3 പോസ് ചെയ്യിപ്പിച്ചപ്പോൾ എനിക്ക് ബോറടിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോന്നു കേട്ടോ. നമ്മുടെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പതുക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സോങ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡാൻസാണ് ഈ ആർമാദമാണ് ഈ കാണുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. ഞങ്ങൾ നമ്മുടെ പാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി ക്രിസ്മസ് വെക്കേഷൻ പൊക്കോ കഴിഞ്ഞു. പാക്കപ്പാണ് കേട്ടോ. നമ്മുടെ ഈ കോളേജിലെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വേണ്ടതൊന്നും നമ്മൾ ബൈ പറയാൻ പോവാണ്. വേണ്ടി ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം വനിതയുടെ കോസ്റ്റ്യൂം ഉണ്ട്, വൈറ്റ് ടീഷർട്ട്, അത് ഇട്ടിട്ടാണ്. സോ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രിവാൻഡ്രം, കൊച്ചി ആൻഡ് കാലിക്കറ്റ്, കൊച്ചി, പിന്നെ എവിടെയായിരുന്നു, കോട്ടയം
3 ജില്ലകളും കവർ ചെയ്ത് ഇങ്ങനെ വന്നേക്കാം. വെച്ചിട്ടാണോ നമ്മളും കേട് മുക്ക് കീറുന്നു. അയ്യോ മുഖത്തെന്താടാ നിന്റെ മുഖത്തിരിക്കുന്നേ? മൂടി തിന്നാൻ വരുന്നു. ഇവനെ ക്യാമ്പസിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ കയറി വന്നിരിക്കാൻ തുടങ്ങി. അവിടെ ഒരു ചേച്ചിയൊന്നും ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പുറകെ വന്നതാ കേട്ടോ. എന്റെ മുടി എടാ പട്ടി, എന്റെ മുടി തിന്നുന്നോ നീ? സോ അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും എറണാകുളത്തേക്ക് തിരിക്കാൻ പോവാണ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും എറണാകുളത്തേക്ക് തിരിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വണ്ടി എടുത്ത് പോകണം. ഞാൻ പുറകെ ഓടി വരുന്ന വീഡിയോ ഒക്കെ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ യജ്ഞം യദുവിനെ കാണാൻ പോലും ഇല്ല. അതൊക്കെ സീറ്റ് ബെൽറ്റ് ഇടട്ടെ ഗൈസ്. ഞങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അതെ, നമ്മൾ എടാ ആ കുട്ടിയുടെ ബുക്ക് എന്ത് അതവിടെ നീ വീട്ടിൽ കൊണ്ടുപോകാനാണോ? ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാറുണ്ട്. സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തേക്കിട്ടോ ഇവിടുന്ന് ഒരു കുട്ടിയുടെ ബുക്ക്. അങ്ങനെ ഞങ്ങൾ ഇന്ന് തിരിച്ച് വീണ്ടും ബാക്ക് ടു കൊച്ചി. ഈ കോളേജിലായിരുന്നു. അപ്പൊ നമ്മളെ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കണേ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. നല്ല ഭംഗിയുള്ള വഴികൾ, നല്ല രസം. കുറച്ചങ്ങെത്തുമ്പോ MC റോഡ് വഴിയില്ലേ നമ്മൾ പോകാൻ പോണേ? ഓക്കെ, MC റോഡ് വഴി നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ 4 മണിക്കായിട്ടോ. 4 മണിക്ക് അത് കഴിച്ചിറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പൊ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് വണ്ടി വീണ്ടും സ്റ്റോപ്പ് ആക്കിയതാണ്. പള്ളിയിൽ കരോൾ നടക്കുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോഴത്തേക്കും ക്രിസ്മസ് സെലിബ്രേഷൻ എന്തൊക്കെയോ ആണ്. റോട്ടിൽ കൂടി നിറച്ചും ഇതുപോലെ പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണമൊക്കെ ആയിരുന്നു. ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. ചങ്ങനാശ്ശേരി കഴിഞ്ഞു തോന്നുന്നു, കോട്ടയത്താനാകുന്നു. സോ കോട്ടയം നിയർ ബൈ എത്തി. അപ്പം കോട്ടയത്തിലെ ലുലു മാള് കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ കോട്ടയം ലുലു മാള് കാണുന്നത് റോട്ടിൽ നിന്ന്. പിന്നെ നമ്മൾ അങ്ങനെ വണ്ടിയെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എറണാകുളം എത്താമെന്ന് വിചാരിച്ചു. കാരണം 4-5 ദിവസമായല്ലോ നമ്മളിവിടുന്ന് പോയിട്ട്, എറണാകുളത്തുനിന്ന് പോയിട്ട്. അപ്പോൾ വീട്ടിലേക്ക് പിന്നെ ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്താം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോട്ടയം ജില്ലയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെടുന്നത് നല്ലൊരു എൻ്റെ ഏറ്റുമാനൂർ കോട്ടയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ടിൽ കാണുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കിട്ട് 2 പ്രാവശ്യം വണ്ടി തിരിപ്പിച്ചു കേട്ടോ. കാരണം അത് കണ്ടപ്പോൾ നല്ല രസം. അങ്ങനെ പിന്നെ പോസ്റ്റ് അടിച്ച് താഴോട്ട് പോയേക്കണേ. എവിടെ വണ്ടി? നിർത്തി കാണാതെ പോടാന്നൊക്കെ. എടാ എവിടെയാടാ? ഞങ്ങള് കണ്ടില്ല സാറേ. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിരുന്നൊക്കെ. അവിടെ എന്തോ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് മറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് എറണാകുളം എത്താനായതിൻ്റെ സ്ഥിതിക്ക് നമ്മുടെ പിള്ളേർ അവന്മാരെല്ലാം കൂടെ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തിട്ടാട്ടോ തിരിച്ചു പോകുന്നത്. നമ്മുടെ ഷമാസ നല്ല ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ അവന് നല്ല കൺട്രോളും ഉണ്ട്. പാട്ട് വെച്ചതിൻ്റെ യദുവിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ടുള്ള ഫേസ് കാണുന്നത് കേട്ടോ. അവൻ ആ സമയത്തൊന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്മോയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവൻ അല്ലെങ്കിലും ഭയങ്കര ഓണാണ്. നമ്മൾ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 1/4 മണിക്കൂറും കൂടി ഉള്ളൂ എറണാകുളം എത്താൻ വേണ്ടിയിട്ട്.
പിന്നെ കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ പാട്ട് ഇടാഞ്ഞത്. ഇത് ഇങ്ങനെ മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഏത് പാട്ടാന്ന് ഞാൻ ഓർക്കുന്നില്ലല്ലോ. അങ്ങനെ എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എല്ലാവർക്കും അടിപൊളിയായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ. അപ്പം നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഫേസ് 2 ഉണ്ട്, അതായത് ഫേസ് 1 ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ 7 ദിവസം വർക്ക് ചെയ്തു, ഇവന്മാരും 7 ദിവസം വർക്ക് ചെയ്തു. ഇത് വനിതാ മിസ് കേരള 2025 മാർച്ച് ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന വലിയൊരു ഹെവി ഷോയാണ്. അതിൻ്റെ കോളേജ് ആക്ടിവിറ്റി, കോളേജ് പ്രൊമോഷനാണ് ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തിക്കൊണ്ട് ഓരോ കോളേജിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം ഭാഗം ഞാനാണ് നോക്കുന്നത്, ആങ്കറിങ് ചെയ്യുന്നത്. ബാക്കി തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തേക്ക് വേറെ ആങ്കറുണ്ട്. ആ പാട്ടും ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ എറണാകുളം തൃപ്പൂണിത്തറ ഭാഗത്ത് ഉദയംപേരൂരാന്ന് തോന്നുന്നു. ഉദയംപേരൂർ എത്തിയപ്പോഴത്തേക്ക് വീണ്ടും അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമോ എന്തോ ഒരു പരിപാടി വീണ്ടും കണ്ടു. സോ ആ ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഈ ലൈറ്റ്സ് ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ അതും സംസാരിച്ചിട്ട് എല്ലാത്തിലും കോപ്പിറൈറ്റ് അടിക്കുമായിട്ടാട്ടോ ഞാനെല്ലാം മ്യൂട്ട് ചെയ്തേക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പം ഞങ്ങൾ ഏകദേശം എറണാകുളം എത്തി ഗൈസ്. സോ ഗൈസ്, ഞങ്ങൾ തിരിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് കൊച്ചി എത്തി മക്കളെ. അപ്പൊ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, എന്റെ വർക്കിന്റെ വീഡിയോസ്, എന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ വീഡിയോസ് ഒക്കെ. ഞങ്ങൾക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. വീട്ടിലേക്ക് എല്ലാവരും നാനാ ഭാഗത്തേക്ക് പോകാൻ പോകണം. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. സോ അപ്പം നമുക്ക് പിന്നെ വീണ്ടും കാണാം. ഇവരെയും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓസ്മുണ്ട്, യതുണ്ട്, ഷമാസ് ഉണ്ട്. എന്താണ്? ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ബൈ ബൈ ബൈ.